കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. നേച്ചർ ഓഫ് ദി ഓപ്പറേഷൻ, നമ്മുടെ ഓപ്പറേറ്റേഴ്സിനെ ഇത്ര ക്ലാസിഫിക്കേഷൻസൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, റിലേഷണൽ ഓപ്പറേറ്റേഴ്സും എന്താണെന്ന് പറഞ്ഞു അല്ലേ. റിലേഷണൽ എന്തായിരുന്നു, രണ്ട് വാല്യൂസിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന രീതിയിൽ ആൻസർ തരുന്ന ഓപ്പറേറ്റേഴ്സാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പറയുന്നുണ്ട്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു കമ്പയർ റിലേഷണൽ എക്സ്പ്രഷൻസ്. അതായത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഇല്ലേ, നമ്മൾ നേരത്തെ പഠിച്ച റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതുന്ന എക്സ്പ്രഷൻസ്, ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക, റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയാം. അപ്പോൾ റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പയർ ചെയ്തിട്ട് റിസൾട്ട് തരുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. എന്താ, റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിന് മുന്നായിട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? 3 ടൈപ്പ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. നമുക്ക് ഈ ആൻഡ്, ഓർ, നോട്ടൊക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് അല്ലേ, നമ്മൾ മുന്നത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്, ഇങ്ങനെ 3 ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് ലോജിക്കൽ ആൻഡ് നോക്കാം അല്ലേ. ആൻഡ് എപ്പോഴും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാറ്? മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ. ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ 2 ആംപർസെൻറ്റ് സിമ്പിളാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി എന്താണ് അതിൻ്റെ ഉപയോഗം? ഇവിടെ ആൻഡിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള രീതിയിൽ തന്നെ. ഇപ്പോൾ 2 ലോജിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 2ൽ ഏതെങ്കിലും ഒരെണ്ണം 0 വന്നാൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഏതെങ്കിലും ഒരു കേസ് ഫാൾസ് ആയാൽ ആൻസർ ഫാൾസ് ആവും. എപ്പോഴാണ് നമുക്ക് ട്രൂ കിട്ടുക? ഉള്ള എല്ലാ എക്സ്പ്രഷൻസും ട്രൂ ആയാൽ മാത്രമേ നമുക്ക് ആൻസർ ട്രൂ ആയിട്ട് വരുള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നു നോക്കിയേ. ഈ 10 ഗ്രേറ്റർ ദാൻ 5 അല്ലേ. 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് റിലേഷണൽ എക്സ്പ്രഷനാണ്, റിലേഷണൽ ഓപ്പറേറ്റർ അല്ലേ, ഗ്രേറ്റർ ദാൻ. അപ്പോൾ 10 ഗ്രേറ്റർ ദാൻ 5 ലോജിക്കൽ ആൻഡ് 15 ലെസ് ദാൻ 25. അപ്പോൾ ഈ 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നതും 15 ലെസ് ദാൻ 25 എന്ന് പറയുന്നതും റിലേഷണൽ എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഈ 2 റിലേഷണൽ എക്സ്പ്രഷൻസിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തായിരിക്കും റിസൾട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോജിക്കൽ ആൻഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കാം, 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് ട്രൂ ആണോ ഫാൾസ് ആണോ? 10 ഗ്രേറ്റർ ദാൻ 5, 10 5നേക്കാൾ വലുതാണ് എന്നാണ് പറയുന്നത്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണ് അല്ലേ. അപ്പം 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് ട്രൂ ആയി. ഇനി അപ്പുറത്ത് ഏതാ നോക്കാം, 15 ലെസ് ദാൻ 25, 15 25നേക്കാൾ ചെറുതാണ്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണ്. അപ്പോൾ 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നതും ട്രൂ ആണ്, 15 ലെസ് ദാൻ 25 എന്ന് പറയുന്നതും ട്രൂ ആണ്. അപ്പോൾ ഈ 2 കേസും ട്രൂ ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ തമ്മിൽ ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 2 കേസും ട്രൂ ആയി. അപ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക? ട്രൂ, അതായത് 1 അല്ലേ. അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഇവാലുവേറ്റ്സ് ടു 1, അതായത് ട്രൂ. ഇനി നെക്സ്റ്റ് അതിൻ്റെ താഴെ നോക്കാം, 10 ഗ്രേറ്റർ ദാൻ 5 ലോജിക്കൽ ആൻഡ് 100 ലെസ് ദാൻ 25. അപ്പോൾ 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് ട്രൂ ആണ്, 100 ലെസ് ദാൻ 25 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ ഒരു ട്രൂവും ഒരു ഫോൾസ് ആണുള്ളത്. അവിടെ തമ്മിൽ ലോജിക്കൽ ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഫോൾസ് കേസ് വന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും അല്ലേ. അപ്പോൾ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഇവാലുവേറ്റ്സ് ടു 0, അതായത് ഫോൾസ്. ഇതാണ് ലോജിക്കൽ ആൻഡ്. ഇവിടെ ഒരു ടേബിളൊക്കെ തന്നിട്ടുണ്ട്. അതായത് E1 എന്ന് പറയുന്നത് ഒരു റിലേഷണൽ എക്സ്പ്രഷനും E2 എന്ന് പറയുന്നത് വേറൊരു റിലേഷണൽ എക്സ്പ്രഷനും ആണെങ്കിൽ 2 പേരിലും 0 വന്നു കഴിഞ്ഞാൽ ആൻസർ, അതായത് ലോജിക്കൽ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും കിട്ടുക. E1 0യും E2 1ഉം വന്നു കഴിഞ്ഞാൽ അവിടെ തമ്മിൽ ലോജിക്കൽ ആൻഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും കിട്ടുക. E1 1ഉം E2 0യും വന്നു കഴിഞ്ഞാൽ അവിടെ തമ്മിൽ ലോജിക്കൽ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. E1 1ഉം E2 1ഉം 2 പേരും 1 ആയി കഴിഞ്ഞാൽ മാത്രമേ ലോജിക്കൽ ആൻഡ് നമുക്ക് എന്ത് തരുള്ളൂ? 1 തരുള്ളൂ. ഇതാണ് ലോജിക്കൽ ആൻഡ്.
ഇനി ലോജിക്കൽ ഓർ. ലോജിക്കൽ ഓർ എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു കേസ് ട്രൂ ആയാൽ മതി, നമുക്ക് എന്ത് വരും? ട്രൂ വരും അല്ലേ ആൻസർ. അതാണ് ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കാം. 10 greater than 5, ലോജിക്കൽ ഓർ 100 less than 25. ആദ്യത്തെ നോക്കാം. 10 greater than 5 ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. 100 less than 25 എന്ന് പറയുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ ഒരു ട്രൂ കേസും ഒരു ഫോൾസ് കേസാണുള്ളത്. രണ്ട് പേരെ തമ്മിൽ ലോജിക്കൽ ഓർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ട്രൂ വരും. കാരണം ഒരാളവിടെ ട്രൂ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ, നമുക്കത് മതി ലോജിക്കൽ ഓറിൽ. ഒരാൾ ട്രൂ ആയാൽ ആൻസർ ട്രൂ ആവും. അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഇവാലുവേറ്റ്സ് ടു 1, അതായത് ട്രൂ. ഇനി നെക്സ്റ്റ് അതിൻ്റെ താഴെ നോക്കുക. 10 greater than 15, അത് ട്രൂ ആണ്. 100 less than 90 അല്ലേ, സോറി തെറ്റി. 10 greater than 15 ആണ് കേട്ടോ, ഞാൻ 5 ആണെന്ന് വെച്ച്. 10 greater than 15 അതെന്താ? ഫോൾസ് ആണ് അല്ലേ. 10 15 വലുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫോൾസ് ആണ്. 10 greater than 15 ഫോൾസ് ആണ്. നെക്സ്റ്റ് നോക്കുക. 100 less than 90, അതെന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ രണ്ട് കേസും ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഇവാലുവേറ്റ്സ് ടു 0, അതായത് ഫോൾസ്. അപ്പോൾ ഓറിൻ്റെ പ്രത്യേകത എന്താ? രണ്ട് കേസും ഫോൾസ് ആയാൽ മാത്രമേ നമുക്ക് ആൻസർ ഫോൾസ് ആവുള്ളൂ. അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു കേസ് ട്രൂ ആയിട്ട് വന്നാൽ മതി, ആൻസർ ട്രൂ ആയിരിക്കും. ഇവിടെ സൈഡിൽ ലോജിക്കൽ ട്രൂത്ത് ടേബിളൊക്കെ തന്നിട്ടുണ്ട്. E1ഉം E2ഉം രണ്ട് ലോജിക്കൽ എക്സ്പ്രഷൻസ് ആണെങ്കിൽ രണ്ട് പേരും 0 വന്നാൽ മാത്രം ലോജിക്കൽ ഓർ 0 തരും. ഏതെങ്കിലും ഒരു കേസ് 1 ആയിക്കഴിഞ്ഞാൽ, അതായത് ട്രൂ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ? ട്രൂ ആയിരിക്കും, അതായത് 1 ആയിരിക്കും. ഇനി ലോജിക്കൽ നോട്ട് നോക്കാം. നോട്ട് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, യൂണറി എക്സ്പ്രഷനാണ്, യൂണറി ഓപ്പറേറ്ററാണ്. ഒരു ഓപ്പറാൻഡേ ഉള്ളൂ. അത് 0 തന്നാൽ ആൻസർ ഫോൾസ് ആയിരിക്കും. പിന്നെ ആ ഒരു എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ആൻസർ ട്രൂ ആയിരിക്കും അല്ലേ, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുക. നോട്ട് 100 less than 2 അല്ലേ, നോട്ട് ചെയ്തിരിക്കുകയാണ് 100 less than 2ന്. അപ്പോൾ ഈ 100 less than 2 എന്താ വരിക? 100 less than 2 ഫോൾസ് അല്ലേ. അപ്പോൾ ഫോൾസ് ആണ്. നോട്ട് വന്നു കഴിഞ്ഞാലോ ആ ഫോൾസിനെ എന്താക്കി മാറ്റും? ട്രൂ ആക്കി മാറ്റും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇവാലുവേറ്റ്സ് ടു 1, അതായത് ട്രൂ. നെക്സ്റ്റ് നോക്കുക. നോട്ട് 100 greater than 2. അപ്പോൾ 100 greater than 2 എന്താ വരിക? 100 greater than 2 എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പോൾ നോട്ട് ചെയ്യുകയാണെങ്കിലോ അത് ഫോൾസ് ആയിട്ട് മാറും അല്ലേ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവാലുവേറ്റ്സ് ടു 0, അതായത് ഫോൾസ്. ഇവിടെ ട്രൂത്ത് ടേബിൾ നോക്കുക. E1 മാത്രമേ ഉള്ളൂ, ഒരു ഓപ്പറൻറ്റ് മാത്രമേ ഉള്ളൂ. ആ E1 0 ആണെങ്കിൽ നോട്ട് ചെയ്ത് എന്താവും? 1 ആവും. E1 1 ആണെങ്കിൽ നോട്ട് ചെയ്താൽ 0 ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റർ. നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. എന്താ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ ഓപ്പറേറ്റർ 2 greater than സിമ്പിൾ ഇടുക, അതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ദ ഓപ്പറേറ്റർ 2 greater than symbol is used for input operation and it is known as get from or extraction operator. ഈ 2 greater than symbol ഇടുന്ന ആ ഒരു ഓപ്പറേറ്ററിനെയാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയാം. ഇനി അതിനെ പറയുന്ന വേറൊരു പേരാണ് ഗെറ്റ് ഫ്രം എന്നും പറയും, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും പറയും. ഇൻ നെക്സ്റ്റ് ദ ഓപ്പറേറ്റർ 2 less than symbol is used for output operation and it is known as put to or insertion operator അല്ലേ. 2 less than symbol ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്നാണ് പറയാം. ഇനി അതിനെ പറയുന്ന വേറൊരു പേരാണ് പുട്ട് ടു അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നുകൂടെ പറയും. ഇനി നമ്മളുടെ നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താ? വെറുതെ ഒരു ഈക്വൽ ടു അല്ലേ. അപ്പോൾ നോക്കുക, ഈക്വൽ ടു ഇട്ടിട്ട് നമ്മൾ എന്തൊക്കെ എഴുതുന്നുണ്ടോ, ഇപ്പോൾ A=B എന്ന് പറയുന്നതും A=3 എന്ന് പറയുന്നതും ഇതൊക്കെ എന്താണ്? അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് അല്ലേ. അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലേ. A=B എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ബിയുടെ വാല്യൂവിനെ എയിലേക്ക് കൊടുക്കുന്നു അല്ലേ. A=3 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? 3നെ നമ്മൾ എക്ക് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഒരു വാല്യൂവിനെ നമ്മൾ മറ്റൊരു വേരിയബിളിലേക്കോ ഒക്കെ നമ്മൾ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്.
ഇനി ഇവിടെ തന്നെ നമ്മൾ രണ്ട് ഡബിൾ ടു എന്ന് പറയുന്ന റിലേഷണൽ ഓപ്പറേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡബിൾ ടു എന്ന് പറയുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം. അപ്പോൾ എക്സാമിനൊക്കെ നമുക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് ഈക്വൽ ടുയും ഡബിൾ ഈക്വൽ ടുവും തമ്മിലുള്ള വ്യത്യാസം? എന്താ വ്യത്യാസം? വെറുതെ ഒരു സിംഗിൾ ഈക്വൽ ടു ഇടുകയാണെങ്കിൽ അതെന്താ ചെയ്യുക, ഒരു വാല്യൂവിനെ മറ്റൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ, അസൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണേ. ഈ ഡബിൾ ഈക്വൽ ടു എന്തിനാണ് യൂസ് ചെയ്യണേ? ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ. ഇപ്പം എ ഡബിൾ ഈക്വൽ ടു 3 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താർത്ഥം? എ എന്ന് പറയുന്നത് 3 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അത് ട്രൂ ആണെങ്കിൽ, അതായത് എ 3 ആണെങ്കിൽ ട്രൂ എന്ന് വരും, അല്ലെങ്കിൽ ഫോൾസ് എന്ന് വരും. അതാണ് വ്യത്യാസം. അപ്പോൾ വെറുതെ ഒരു ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഡബിൾ ഈക്വൽ ടു കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മോഡ് ഈക്വൽ ടു. അതായത് നമ്മളിപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 അങ്ങനെയൊക്കെ എഴുതില്ലേ. അതുപോലെ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതില്ലേ. അതിനെ നമ്മളൊന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതുന്നതാണ് ഈ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ ടേബിളൊക്കെ തന്നിട്ടുണ്ട്, കണ്ടോ. എക്സ് പ്ലസ് ഈക്വൽ ടു 10 അതിനെ നമ്മൾ അങ്ങനെ എഴുതും, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. അതുപോലെ എക്സ് മൈനസ് ഈക്വൽ ടു 10 അതിനെങ്ങനെ എഴുതും? എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 10. അതുപോലെ എക്സ് ഇൻറ്റു ഈക്വൽ ടു 10 അതിനെങ്ങനെ എഴുതും? എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 10. അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഹാൻഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇനി നെക്സ്റ്റാണ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. എന്താണ് ഇൻക്രിമെൻറ്റും എന്താണ് ഡിക്രിമെൻറ്റും? അപ്പോൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. പ്ലസ് പ്ലസ്, ഈ പ്ലസ് പ്ലസ് ഓപ്പറേറ്ററിനെയാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പ്ലസ് പ്ലസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഒരു വേരിയബിൾ, ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, 1 വെച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പ്ലസ് പ്ലസ് എക്സ് എന്നും എഴുതും, എക്സ് പ്ലസ് പ്ലസ് എന്നും എഴുതും, അല്ലെങ്കിൽ പ്ലസ് പ്ലസ് എ എന്നും എഴുതും, എ പ്ലസ് പ്ലസ് എന്നും നമ്മൾ എഴുതും. അതാണ് ഇൻക്രിമെൻറ്റ്. അപ്പോൾ എയുടെ വാല്യൂവിനെ 1 വെച്ച് കൂട്ടും. അങ്ങനെയാണ് ചെയ്യുക. ഇനി എന്താണ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ? മൈനസ് മൈനസ്, അതിനെയാണ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ ഡിക്രിമെൻറ്റ് എന്തിനായിരിക്കും? ഒരു വേരിയബിളിൻ്റെ വാല്യൂവിനെ 1 വെച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? മൈനസ് മൈനസ് എക്സ് എന്നും എഴുതാം, എക്സ് മൈനസ് മൈനസ് എന്നും എഴുതാം, അല്ലെങ്കിൽ മൈനസ് മൈനസ് എ എന്നും എഴുതാം, എ മൈനസ് മൈനസ് എന്നും എഴുതാം, അല്ലേ. വേരിയബിൾ എങ്ങനെ വേണമെങ്കിലും എഴുതാം. അത് നമുക്ക് ഫ്രണ്ടിലും എഴുതാം, അത് കഴിഞ്ഞിട്ടും എഴുതാം. വേരിയബിൾ കഴിഞ്ഞിട്ടും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും എന്ന് മനസ്സിലായല്ലോ. 1 വെച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററും 1 വെച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററും. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റിൽ നമുക്ക് പറയാനുള്ളത്, ഒന്ന് പ്രീഫിക്സ് ഫോം ഓഫ് ഇൻക്രിമെൻറ്റും ഉണ്ട്, അതുപോലെ പ്രീഫിക്സ് ഫോം ഓഫ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സും ഉണ്ട്, പോസ്റ്റ് ഫിക്സ് ഫോം ഓഫ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സും ഉണ്ട്. എന്താണ് ഇത്? അതായത് ഈ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഓപ്പറേഷൻസിൽ അതിന് ചില വ്യത്യാസങ്ങൾ, ഈ പ്ലസ് പ്ലസ് എക്സ് എന്ന് എഴുതുന്നതിനും അതുപോലെ എക്സ് പ്ലസ് പ്ലസ് എന്ന് എഴുതുന്നതിനും മൈനസ് മൈനസ് എക്സ് എന്ന് എഴുതുന്നതിനും എക്സ് മൈനസ് മൈനസ് എന്ന് എഴുതുന്നതിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിഫിക്സ് ഫോം ഓഫ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സും അതുപോലെ പോസ്റ്റ് ഫിക്സ് ഫോം ഓഫ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സും നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഇപ്പോൾ എ ഈക്വൽ ടു 10 ആണെങ്കിൽ എ ഈക്വൽ ടു 10, അപ്പോൾ നമ്മൾ സി കണ്ടുപിടിക്കാൻ പോവാണ്. സി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ, നമ്മൾ പ്രീഫിക്സ് ഫോമാണ് പറയുന്നത്. പ്ലസ് പ്ലസ് എ ആണെങ്കിൽ ഓരോന്നിൻ്റെയും വാല്യൂ നമ്മൾ എഴുതാൻ പോവാണ്. സി ഈക്വൽ ടു എത്രയായിരിക്കും സിയുടെ വാല്യൂ? 11, അല്ലേ. എ ഈക്വൽ ടു എത്രയായിരിക്കും വാല്യൂ? 11, അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താ?
നമ്മൾ എ 10 പറഞ്ഞു വെച്ചു. എന്നിട്ട് സി ഈക്വൽ ടു ++ എ എന്ന് എഴുതി. പ്രീഫിക്സ് ഫോം അല്ലേ, അതായത് ++ വാരിയബിളിൻ്റെ തൊട്ട് മുന്നിൽ കിടക്കണം. അപ്പോൾ ++ എ. അപ്പോൾ സി ഈക്വൽ ടു ++ എ എന്ന് എഴുതി. ഇനി നമ്മൾ സിയുടെയും ആഡും വാല്യൂ സെപ്പറേറ്റ് എഴുതാണ്. സി എന്ന് പറയുന്നത് എന്താ 11 കാരണം സി ഈക്വൽ ടു എന്ന് പറയുന്നത് ++ എ ആണ്, അതായത് 10 1 വെച്ച് കൂട്ടിയതാണ്. അപ്പോൾ സി 11 എ ഈക്വൽ ടു 11 അതായത് സി എന്ന് പറയുന്നതും 11 മാറി, ++ എ എന്ന് പറഞ്ഞപ്പോൾ എയും 11 മാറി. ഇനി നമ്മൾ മൈനസിൻ്റെ കേസ് പറയാം. എ ഈക്വൽ ടു 10, സി ഈക്വൽ ടു -, എ. അപ്പോൾ എന്താവും? സിയുടെ വാല്യൂ 9, എയുടെ വാല്യൂ 9 തന്നെ. സിയുടെ വാല്യൂ 1 വെച്ച് കുറഞ്ഞു, എയുടെ വാല്യൂ 1 വെച്ച് കുറഞ്ഞു. അപ്പോൾ ഇതാണ് പ്രീഫിക്സ് ഫോം. അത് ഇൻക്രിമെൻറ്റിൻ്റെയും ഡിക്രിമെൻറ്റിൻ്റെയും കേസിൽ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പോസ്റ്റ് ഫിക്സ് ഫോം എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എ ഈക്വൽ ടു 10, സി ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതി? എ ++ അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സിയും എയും ആയിട്ട് മാറുക? സി ഈക്വൽ ടു 10, എ ഈക്വൽ ടു 11 ആയി. ഇവിടെ എന്താ പറ്റിയത്? ഇത് എ 10, സി ഈക്വൽ ടു എ ++ നമ്മൾ പറഞ്ഞു. ഈ ++ എ എന്ന് പറയുന്നതിൽ വാരിയബിളിൻ്റെ മുന്നിലാണ് പ്ലസ് എടുക്കണേ അല്ലേ? അപ്പോൾ ആദ്യമേ തന്നെ അവിടെ ഇൻക്രിമെൻറ്റ് നടക്കും. അതാണ് ++ എ എന്ന് പറയുന്നത്. ഇനി എ ++ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ആദ്യമേ തന്നെ എനെ അവിടെ സിക്ക് കൊടുത്തു, എന്നിട്ടാണ് എ അവിടെ മാറുന്നത്. മനസ്സിലായോ? സി ഈക്വൽ ടു ++ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എക്ക് ഇൻക്രിമെൻറ്റ് നടന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? സിക്ക് കൊടുക്കുന്നത് എനെ. അതാണ് സിയും മാറിയത് അവിടെ. ഇനി ഇവിടുത്തെ കേസാണെങ്കിലോ, സി ഈക്വൽ ടു എ ++ എന്നാണ് എഴുതുന്നതെങ്കിലോ, എനെ ആദ്യമേ തന്നെ സിക്ക് കൊടുക്കും, എന്നിട്ടാണ് എ അവിടെ ചേഞ്ച് ആവണത്. മനസ്സിലായോ? അതാണ്. അപ്പോൾ സി ഈക്വൽ ടു 10ഉം സി ഫിക്സഡ് ആയി, കാരണം എനെ ആദ്യം തന്നെ സിക്ക് കൊടുത്തു. അപ്പോൾ സി 10 പിന്നീട് എ അവിടെ ചേഞ്ച് ആവണം. എ എന്തായി? 11 ഇതാണ് പോസ്റ്റ് ഫിക്സ് ഫോം ഓഫ് ഇൻക്രിമെൻറ്റ്. ഇനി ഡിക്രിമെൻറ്റിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. എ ഈക്വൽ ടു 10, സി ഈക്വൽ ടു എ -, അപ്പോൾ എന്താ മാറുക? സി ഈക്വൽ ടു 10 തന്നെ, എ ഈക്വൽ ടു എത്ര വരും? 9 വരും. ഈ കേസിൽ എന്താ നടന്നത്? സി ഈക്വൽ ടു എ -, എന്നല്ലേ? അപ്പോൾ എനെ ആദ്യമേ തന്നെ സിക്ക് കൊടുത്തു, എന്നിട്ടാണ് എ മാറിയത്. അപ്പോൾ എ എന്ന് പറയുന്നത് 10 ആയതുകൊണ്ട് 10 ആദ്യമേ തന്നെ സിക്ക് കൊടുത്തപ്പോൾ സി എത്രയായി? 10. പിന്നെ എക്ക് മാറ്റം അവിടെ സംഭവിച്ചു. അപ്പോൾ എ എന്തായി? ഡിക്രിമെൻറ്റ് ചെയ്ത് 9 മാറി. ഇതാണ് പോസ്റ്റ് ഫിക്സ് ഓഫ് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റർ. അപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഈ ?, ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുക. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ടെർണറി ഓപ്പറേറ്ററൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ?, എന്ന് പറയുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ അതിൻ്റെ യൂസേജ് വരുന്നത് ഇവിടെയാണ്. കാരണം ഇവിടെ ആദ്യം ഒരു എക്സ്പ്രഷൻ 1 ഉണ്ടാവും. സിൻടാക്സ് ആണ് ഈ ബ്ലൂ ലൈനിൽ എഴുതിയിട്ടുള്ളത്. എക്സ്പ്രഷൻ 1 എക്സ്പ്രഷൻ 2 എക്സ്പ്രഷൻ 3 ഇങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ്. അതായത് എക്സ്പ്രഷൻ 1 ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കും. അത് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 ആയിരിക്കും നമ്മുടെ റിസൾട്ട്. അഥവാ എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 ആയിരിക്കും നമ്മളുടെ റിസൾട്ട്. ഒന്നുകൂടെ പറയാം. എക്സ്പ്രഷൻ 1 ചെക്ക് ചെയ്യും, അത് ട്രൂ ആയാൽ എക്സ്പ്രഷൻ 2 ആയിരിക്കും നമ്മുടെ റിസൾട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ 3 ആയിരിക്കും നമ്മളുടെ റിസൾട്ട്. ഇവിടെ താഴെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. റിസൾട്ട് ഈക്വൽ ടു സ്കോർ ഗ്രേറ്റർ ദാൻ 50 P:(F). അതായത് ഇപ്പം നമ്മുടെ സ്കോർ പറയാം. നമ്മളുടെ സ്കോർ എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് ചെക്ക് ചെയ്യാണ്. സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. നമ്മുടെ സ്കോർ 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണോ? 5 10നേക്കാൾ വലുതോ ഈക്വലോ ആണോ? അല്ല അല്ലേ? ഫോൾസ് ആണ് വന്നത്. അപ്പോൾ ഫോൾസ് ആയാലും ഏതാ വരിക? F വരും. ഒന്നുകൂടെ പറയാം. സ്കോർ 5 ആണ്. സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ 1. ഇത് ചെക്ക് ചെയ്തിട്ട്
ട്രൂ ആണെങ്കിൽ പി ആയിരിക്കും നമ്മുടെ റിസൾട്ട്, ഫോൾസ് ആണെങ്കിൽ എഫ് ആയിരിക്കും നമ്മളുടെ റിസൾട്ട്. അപ്പോൾ സ്കോർ നോക്കുക, 5 > 10 ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കുക. ഇവിടുത്തെ കേസിൽ എന്താണ്, ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വരിക, എഫ് ആണ് വരിക. അതായത് ഈ പിയും എഫ് എന്ന് പറയുന്നത് പാസ് അല്ലെങ്കിൽ ഫെയിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, ഫെയിലായിരിക്കും, അതായത് എഫ് ആയിരിക്കും. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. നെക്സ്റ്റ് വരുന്ന ഓപ്പറേറ്റർ നമ്മുടെ ലാസ്റ്റ് വൺ, സൈസ് ഓഫ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഓപ്പറേറ്റർ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വാരിയബിളിൻ്റെയോ ഡാറ്റ ടൈപ്പിൻ്റെയോ കോൺസ്റ്റൻറ്റിൻ്റെയോ ഒക്കെ സൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. The operator size of is a unary compile time operator that returns the amount of memory space in bytes allocated for the operand. അല്ലേ, മെമ്മറി സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ സൈസാണ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ബ്ലോക്കിൻ്റെ സൈസാണ് ഈ മെമ്മറി സ്പേസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു വാരിയബിളിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പിൻ്റെയോ ഒക്കെ സൈസ്, മെമ്മറി സ്പേസ് എത്രയാണെന്ന് അറിയാനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. സിൻടാക്സ് താഴെ തന്നിട്ടുണ്ട്. സൈസ് ഓഫ് ഡാറ്റ ടൈപ്പിൻ്റെ ആണെങ്കിൽ സൈസ് ഓഫ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഡാറ്റ ടൈപ്പ് എഴുതുക. ഇപ്പോൾ വാരിയബിൾ നെയിമിൻ്റെ ആണ് സൈസ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, സൈസ് ഓഫ് വാരിയബിൾ നെയിം എഴുതുക. ഇനിയിപ്പോൾ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ആണ് വേണമെങ്കിലോ സൈസ് ഓഫ് കോൺസ്റ്റൻറ്റ് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് സൈസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തുടങ്ങി വെച്ച ഓപ്പറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഓപ്പറൻസിൻ്റെ നമ്പറിൻ്റെ ഇതിലും ബേസിലും നേച്ചർ ഓഫ് ഓപ്പറേഷൻ്റെ ബേസിലും 2 തരത്തിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നോക്കാം.